നമസ്കാരം. ഇക്കഴിഞ്ഞ ശനിയാഴ്ച പ്രാദേശിക സമയം രാവിലെ 9:40 അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാൻ്റെ മേൽ ബോംബാക്രമണം നടക്കുമ്പോഴാണ് പുതിയ ഇസ്രയേൽ ഇറാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഇന്ന് ചൊവ്വാഴ്ച ആയപ്പോഴും ആ യുദ്ധം അങ്ങനെ തന്നെ തുടരുകയാണ്. ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനിലേക്കുള്ള ബോംബ് വർഷം തുടരുമ്പോൾ തന്നെ ഇറാൻ പ്രതിരോധവും തുടരുകയാണ്. ആദ്യ ആക്രമണത്തിൽ തന്നെ പരമോന്നത നേതാവടക്കം സൈനിക തലവനടക്കം 49 പേരെ വധിക്കാൻ കഴിഞ്ഞു എന്നതാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനുമുണ്ടായ ഏറ്റവും വലിയ നേട്ടം. നാഥനില്ലാ കളരിയായി ഇറാൻ ഇരുട്ടിൽ തപ്പുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇറാൻ ശക്തമായി തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയെ ആക്രമിക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടും ദൂരം അനുവദിക്കാത്തതുകൊണ്ടും അത് സാധിക്കുന്നില്ലെങ്കിലും ഇസ്രയേലിന് നേരെ തുടർച്ചയായി മിസൈൽ ആക്രമണം നടത്തുന്നുണ്ട്. ഇസ്രായേലിലേക്ക് ഇറാൻ അയക്കുന്ന 99% മിസൈലുകളും ഡ്രോണുകളും തകർക്കാൻ കഴിഞ്ഞെങ്കിലും ചില മിസൈലുകളും ഡ്രോണുകളും വീഴുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും കുറച്ചു പേരെങ്കിലും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ ആക്രമണം തുടരുകയാണ്. ഒമാനിൽ ഇന്ത്യക്കാർ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു. ബഹ്റിനിലേക്കും UAE-യിലേക്കും കുവൈറ്റിലേക്കുമൊക്കെ തുടർച്ചയായി മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒട്ടുമിക്ക മിസൈലുകളെ പ്രതിരോധിക്കാൻ GCC രാജ്യങ്ങൾക്ക് കഴിയുന്നുണ്ട്. എന്നാൽ മിസൈലുകൾ പ്രതിരോധിക്കുമ്പോഴുണ്ടാകുന്ന ഡെബ്രിസ് അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ വീണ് പലയിടത്തും തീപിടിക്കുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇസ്രായേലുമായി ഇനി ചർച്ചയില്ല, അന്തിമ യുദ്ധം എന്ന് പ്രഖ്യാപിച്ച് ഇറാൻ പട്ടാളം ആക്രമണം തുടരുമ്പോൾ എന്നവസാനിക്കും യുദ്ധം എന്നതിനെക്കുറിച്ച് ട്രംപിന് പോലും നിശ്ചയമില്ല. കുറഞ്ഞത് 4 ആഴ്ച എന്നാണ് ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ സർക്കാരിനെ അട്ടിമറിച്ച് അവിടെ അമേരിക്ക നിശ്ചയിക്കുന്ന സർക്കാരിനെ ചുമതലയേൽപ്പിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാത്രമല്ല GCC രാജ്യങ്ങൾക്കും ഇറാൻ ഭീഷണി ഉയർത്തുന്നതുകൊണ്ടാണ് യുദ്ധം എന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. ഇന്നലെ പകലും രാത്രിയിലും സൗദി അറേബ്യക്കെതിരെയും ഖത്തറിനെതിരെയും കനത്ത ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിട്ടത്. സൗദിയുടെ എണ്ണ കമ്പനിയായ അരാംകോയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത് സൗദിയെ ഞെട്ടിച്ചിട്ടുണ്ട്. അരാംകോയുടെ റാസ് നൂര എണ്ണപ്പാടത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെറിയ തോതിൽ തീപിടിക്കുകയും ചെയ്തിരുന്നു. പെട്ടെന്ന് തന്നെ തീ കെടുത്താനും അത് വ്യാപിക്കാതിരിക്കാനും സാധിച്ചതുകൊണ്ട് ആ റിഫൈനറി അടച്ചിരിക്കുകയാണ് ഇപ്പോൾ സൗദി. റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെയും ആക്രമണം ഉണ്ടായി. തുടർന്ന് അമേരിക്കൻ എംബസിയും അടച്ചിട്ടുണ്ട്. സൗദിക്കെതിരെ തുടർച്ചയായി ആക്രമണം ഉണ്ടാവുന്നത് സൗദിയെ പ്രകോപിതരാക്കുകയും വെറുതെ ഇരിക്കുന്ന ഞങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിടരുതേ എന്ന താക്കീത് കൊടുക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. UAE-ക്ക് നേരെയും ആക്രമണം തുടരുന്നെങ്കിലും നാശനഷ്ടം ഉണ്ടാവാതെ ആകാശത്ത് വെച്ച് തന്നെ മിസൈലുകളെയും ഡ്രോണുകളെയും നിർവീര്യമാക്കാൻ UAE-യിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. ഖത്തറിലെ ദ്രവീകൃത പ്രകൃതിവാതക റിഫൈനറിയിലേക്ക് ആക്രമണമുണ്ടായി. ഖത്തറിൻ്റെ പ്രകൃതിവാതക നിർമ്മാണത്തിൻ്റെ 1/5 ഉൽപ്പാദിപ്പിക്കുന്ന റാസ് ലഫാൻ പ്രകൃതിവാതക പ്ലാന്റ് ഖത്തർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ദ്രവീകൃത പ്രകൃതിവാതക വില കുതിച്ചുയരാൻ കാരണമായി. ഏതാണ്ട് 40% ദ്രവീകൃത പ്രകൃതിവാതക വില വർദ്ധിച്ചത്. സൗദിയിലെ ജുബൈഡ് എണ്ണ ശുദ്ധീകരണ ശാലയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടാവുകയും ചെറിയ തോതിൽ തീപിടിക്കുകയും ചെയ്തു. ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷൻ ശൃംഖലയ്ക്ക് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണവും ഉണ്ടായി. വലിയ തോതിൽ നാശനഷ്ടങ്ങളുണ്ടായെങ്കിലും ചാനൽ സംപ്രേഷണം മുടങ്ങിയിട്ടില്ല. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ആദ്യ ദിനം നടത്തിയ ആക്രമണത്തിൽ ഖമനായിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊല്ലപ്പെട്ടു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട അമേരിക്കൻ പട്ടാളക്കാരുടെ എണ്ണം 6 ഉയർന്നു എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. കൊല്ലപ്പെട്ട 6 പേരുടെ വിശദാംശങ്ങളോ എവിടെ വെച്ച് കൊല്ലപ്പെട്ടു എന്ന വിവരമോ ഇതുവരെ അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല, കുവൈറ്റിൽ അമേരിക്കയുടെ F-15 യുദ്ധവിമാനങ്ങൾ 3 തകർന്നു വീണു എന്നാണ് റിപ്പോർട്ട്. ഇറാൻ അവകാശപ്പെടുന്നത് ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്നു എന്നാണെങ്കിൽ അതല്ല, ഇതൊരു ഫ്രണ്ട്ലി ഫൈറ്റാണ്. വ്യോമ പ്രതിരോധ സംവിധാനത്തിന് പാകപ്പിഴ ഉണ്ടായതുകൊണ്ട് ശത്രുവിമാനം എന്ന് തെറ്റിദ്ധരിച്ച് വീഴ്ത്തിയതാണ് എന്നാണ് അമേരിക്ക ഔദ്യോഗികമായി വിശദീകരിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായി. ബ്രിട്ടൻ്റെ മണ്ണ് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കരുതേ എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒടുവിൽ ഇന്നലെ സമ്മർദ്ദം ശക്തമായപ്പോൾ ഇളവ് കൊടുത്തെങ്കിലും ട്രംപ് അതിശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. 3 ലക്ഷത്തിലധികം ബ്രിട്ടീഷ് പൗരന്മാർ പശ്ചിമേഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്നു.
അവരുടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ യുദ്ധം. എന്നിട്ടും പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ അമേരിക്കയെയും ലോകത്തെയും വഞ്ചിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞത്. അതുപോലെ തന്നെ സ്പെയിനിലെ സോഷ്യലിസ്റ്റ് സർക്കാർ ട്രംപിനെതിരെ രംഗത്ത് വന്നതോടെ സ്പെയിനിലെ വ്യോമത്താവളങ്ങളിലെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ജർമ്മനിയിലേക്ക് നീക്കി. അതേസമയം ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും സംയുക്തമായി വൈകിയ വേളയിലാണെങ്കിലും അമേരിക്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും യുദ്ധത്തോട് സഹകരിക്കും എന്നറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്രിട്ടൻ ഇങ്ങനെ ഒരു നിലപാട് മാറാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ബ്രിട്ടൻ്റെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിൽ ഒന്ന് സൈപ്രസിലാണ്. ഈ സൈപ്രസിലെ സൈനിക താവളത്തിലേക്ക് തുരുതരെയാണ് ഇറാൻ മിസൈൽ അയച്ചത്. വാസ്തവത്തിൽ ബ്രിട്ടൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. സൈപ്രസിലെ സൈനിക താവളത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വാർത്തകളുണ്ട്. ഒരുപക്ഷെ ഇറാൻ ഏറ്റവും വിജയകരമായി വിദേശ രാജ്യങ്ങളിലേക്ക് നടത്തിയ ആക്രമണങ്ങളുടെ പട്ടികയിൽപ്പെടും സൈപ്രസിലെ ബ്രിട്ടീഷ് വ്യോമതാവള ആക്രമണം. ഇതുകൂടി സംഭവിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർക്ക് അമേരിക്കയോടൊപ്പം സഹകരിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടു. ബഹ്റിനിലെയും കുവൈറ്റിലെയും അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയും സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു എന്നതിൻ്റെ തെളിവായി സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്ക അതേക്കുറിച്ച് യാതൊരുവിധ വിശദീകരണവും ഇതുവരെ നൽകിയിട്ടില്ല. അയത്തുള്ള അലി ഖൊമേനിക്ക് പകരമായി താൽക്കാലിക ചുമതല നൽകിക്കൊണ്ട് തെരഞ്ഞെടുത്ത അയത്തുള്ള അരാഫ് കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വാർത്ത പ്രചരിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയോ ഇസ്രായേലോ സ്ഥിരീകരിച്ചിട്ടില്ല. ആ വാർത്ത വ്യാജമാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അരാഫ് ഇന്നലെയും ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതേസമയം ഇസ്രായേൽ തുറന്ന രണ്ടാമത്തെ യുദ്ധമുഖത്ത് യുദ്ധം കടുക്കുകയാണ്. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ ഏതാണ്ട് 53 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലെബനനിൽ അങ്ങോളം ഇങ്ങോളം ബോംബ് വർഷം തുടരുകയാണ്. ഇസ്രായേൽ സേന ഹിസ്ബുള്ളയെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള പുതിയൊരവസരമായി ഇതിനെ എടുത്തു കഴിഞ്ഞു. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എമിറേറ്റ്സും ഇത്തിഹാദും അടക്കമുള്ള വിമാനങ്ങൾ നിയന്ത്രിത തോതിൽ അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നും സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചിയിലേക്കും ബാംഗ്ലൂരിലേക്കും ഡൽഹിയിലേക്കുമൊക്കെ ഇത്തരം വിമാനങ്ങൾ എത്തിത്തുടങ്ങി. പുതിയതായി ആരെയും ടിക്കറ്റ് എടുത്ത് കൊണ്ടുവരാൻ അനുവദിക്കുന്നില്ലെങ്കിലും ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നവരെ കൊണ്ടുവന്നു തുടങ്ങിയിട്ടുണ്ട്. ലണ്ടൻ ഹീത്രൂവിലേക്കും ഇന്നലെ എത്തിഹാദിൻ്റെയും എമിറേറ്റ്സിൻ്റെയും ഒക്കെ വിമാന സർവീസ് ഉണ്ടായിരുന്നു. ഒമാൻ എയർവേസ്, സലാം എയർവേസ് തുടങ്ങിയ വിമാന കമ്പനികളും ഈ ഒഴിപ്പിക്കൽ പ്രക്രിയയിൽ പങ്കെടുക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് അതാത് രാജ്യത്തെ എംബസികളുമായി ബന്ധപ്പെട്ടാൽ തൽക്കാലം ഇത്തരം വിമാനത്തിൽ നാട്ടിലേക്ക് എത്താൻ സാധിക്കും. ഇന്ത്യയിലേക്ക് ഇത് മാത്രമല്ല, ലോകത്തെവിടേക്കും അതിനുള്ള സാധ്യത തുറന്നു കിട്ടിയിട്ടുണ്ട്. ആ ഒരു ധാരണയുടെ പുറത്ത് അബുദാബിയിലെയും ദുബായിലെയും വിമാനത്താവളങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ സാധാരണ വിമാന സർവീസ് പുനഃസ്ഥാപിച്ചിട്ടില്ല. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാർത്ത, ഗൾഫ് ഓഫ് ഒമാനിൽ തമ്പടിച്ചിരുന്ന ഇറാന്റെ എല്ലാ യുദ്ധക്കപ്പലുകളും അമേരിക്കൻ സേന മുക്കി എന്നതാണ്. ഏതാണ്ട് 11 യുദ്ധക്കപ്പലുകളായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നത്. ഈ 11 കപ്പലുകളും അമേരിക്കൻ സേന മുക്കിയതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ ഇറാൻ പൂർണ്ണമായും ദുർബലമായെന്നും അവരുടെ കയ്യിലുള്ള മിസൈൽ ശേഖരങ്ങളും ഡ്രോണുകളും ഇല്ലാതാകുന്നതോടെ അവരുടെ പ്രതിരോധം അവസാനിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ. സൗദിയും ഖത്തറും UAE അടക്കമുള്ള GCC രാജ്യങ്ങളെ തുടർച്ചയായി ആക്രമിക്കുന്നത് അവരെ പ്രതിരോധത്തിലാഴ്ത്തി ചർച്ചയിലേക്ക് നയിക്കാനാണെന്നും എന്നാൽ അധികകാലം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ ഇറാന് കഴിയില്ലെന്നും യുദ്ധ നിരീക്ഷകർ പറയുന്നു. ഇതിനിടയിൽ കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖൊമേനിയുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വം തുടരുന്നുണ്ട്. 1989 ആദ്യ അയത്തുള്ള മരിക്കുമ്പോൾ ഏതാണ്ട് 1 കോടിയിൽ അധികം ആളുകളായിരുന്നു സംസ്കാരത്തിൽ പങ്കെടുത്തത്. ഇപ്പോൾ കൊല്ലപ്പെട്ട അലി ഖൊമേനിക്ക് അതിനേക്കാൾ ആരാധകരുള്ളതുകൊണ്ട് സംസ്കാരത്തിൽ അതിലധികം ആളുകൾ പങ്കെടുക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ എന്നാണ് സംസ്കാരമെന്നോ എങ്ങനെയാണ് എവിടെയാണ് നടത്തുന്നതോ എന്നുമുള്ള ധാരണയൊന്നും രൂപപ്പെട്ടിട്ടില്ല. ആൾക്കൂട്ടം കൂടിയാൽ ഇസ്രായേലും അമേരിക്കയും ആക്രമിച്ചേക്കുമെന്ന ആശങ്ക മൂലമാണ് ഖൊമേനിയുടെ സംസ്കാരത്തെക്കുറിച്ച് അന്തിമ ചിത്രം ഇതുവരെ വ്യക്തമാവാത്തത്.